നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. മൈസെൽഫ് ആനി സ്മിത. +1 പോർഷൻസിലേക്ക് പോകുന്നതിന് മുൻപ് ഫണ്ടമെന്റൽസ് ഒന്ന് ഓർത്തെടുക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഒന്ന് ഓർത്തെടുക്കാം. ക്ലാസ്സിലേക്ക് പോവാം. എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, അയോൺസ്, കെമിക്കൽ ഫോർമുല ആൻഡ് കെമിക്കൽ ഇക്വേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. മാറ്ററിൽ തന്നെ തുടങ്ങാം അല്ലേ? +1 സ്റ്റുഡൻസിനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും മാറ്ററിൽ തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു ശരി. വാട്ട് ഈസ് മാറ്റർ? എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഒക്യുപ്പൈസ് സ്പേസ്. മാസ് ഉള്ളതും സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതുമായ എന്തിനേയും നമ്മൾ എന്ത് പറയും? മാറ്റർ എന്ന് പറയും. നമുക്ക് കാണാൻ കഴിയുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള എല്ലാം, ഇപ്പം ഞാൻ മൈസെൽഫ് ഈസ് മാറ്റർ. Your pen, your book, what you see in front of you, your mobile, whatever, everything is matter. അല്ലേ? Because it has mass and occupies space. 3 അവസ്ഥകളിലാണ് നമ്മൾ മാറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭൂമിയിൽ. എന്നാൽ ഒരു സയൻസ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ 7 അവസ്ഥകൾ നിലനിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പോസിബിൾ ആണെന്നാണ് അർത്ഥം. എപ്പോഴും എല്ലാ അവസ്ഥകളും ഉണ്ടാകണം എന്നില്ല. അതൊക്കെ ഓരോ സമയത്ത് ഓരോ കണ്ടീഷൻസിൽ ഉണ്ടാവുന്നതാണ് ഈ അവസ്ഥകൾ. എന്നാൽ ആ അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയണ്ടേ? 7 അവസ്ഥകളുണ്ട് മൊത്തം. വി വിൽ സീ വിച്ച് ആർ ദി 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. കണ്ടോ, 7 അവസ്ഥകളാണ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള 3 സ്റ്റേറ്റ്സ് ആണ്: ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്. പ്ലാസ്മയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈ കൈനറ്റിക് എനർജി ഉള്ള പാർട്ടിക്കിൾസ് ആണ് പ്ലാസ്മ സ്റ്റേറ്റിലുള്ളത്. പ്ലാസ്മ സ്റ്റേറ്റ് സണ്ണിലും സ്റ്റാർസിലും ഒക്കെ ഉള്ളതാണ്. 5th സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 0 കെൽവിൻ, അബ്സല്യൂട്ട് 0 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? -273 ഡിഗ്രി സെൽഷ്യസ്. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിലേക്ക് അടുക്കുമ്പോൾ ആറ്റംസ് മോഷൻ ഇല്ലാതാകും. ആറ്റംസിൻ്റെ മോഷൻ ഇല്ലാണ്ടാകും. അവർ പരസ്പരം ക്ലംപ് ചെയ്ത് തുടങ്ങും. നമുക്ക് ഒരാറ്റത്തെ മറ്റൊരാറ്റത്തിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. 6th state of matter is known as quark-gluon plasma. Quark-gluon plasma is the highest energy level of matter. ഫിസിസിസ്റ്റുകൾ പറയുന്നത് ബിഗ് ബാങ് എന്ന ഒരു പ്രതിഭാസത്തെ തുടർന്നാണ് യൂണിവേഴ്സ് ഉണ്ടായതെന്നാണ്. അതിനോട് യോജിക്കുന്നവരുമുണ്ട്, യോജിക്കാത്തവരുമുണ്ട്. ബിഗ് ബാങ് നടന്നതിൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഫോം ചെയ്ത ഒരു അവസ്ഥയാണ് ക്വാർക്ക്-ഗ്ലുവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. മാറ്ററിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവൽ. ഈ ക്വാർക്ക്-ഗ്ലുവോൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ മാറ്ററിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. സോ ദിസ് ഇസ് ദി സ്റ്റേറ്റ്. 7th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇസ് നോൺ ആസ് ഡീജനറേറ്റ് മാറ്റർ. മാസീവായിട്ടുള്ള സ്റ്റാർസിൻ്റെ കോറിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. ഹൈലി കംപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥ. ഇനി ഫർദർ ആയിട്ട് മാറ്ററിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഡീജനറേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഓരോന്നും എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വി നോ ദാറ്റ് ദർ ആർ 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? ആറ്റംസ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. നമുക്ക് കുറച്ചും കൂടെ ലാർജർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദ യൂണിവേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ്? ലെറ്റ് us look at that. യൂണിവേഴ്സ് ടുഡേ. Now look at that diagram. ആ പൈ ഡയഗ്രാം നോക്കൂ. ആറ്റംസ് 4.6%, 71.4% is dark energy, 24% is dark matter. അപ്പം നമ്മൾ കാണുന്ന ഈ ആറ്റംസ് കൊണ്ടുണ്ടാക്കിയ യൂണിവേഴ്സ് വെറും 4% മാത്രമാണ്. ബാക്കി
24% ഡാർക്ക് മാറ്ററും 71.4% ഡാർക്ക് എനർജിയാണ്. So what do you say about that? Atoms are the building blocks of matter. Elements are made up of the same kind of atoms. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ ആറ്റംസ് എവിടെയാണ് ഉണ്ടായത്? എലമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടായത്? ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം ഇവർ 3 പേരും കോസ്മോസിൽ യൂണിവേഴ്സിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ഉണ്ടായതാണ്. എങ്ങനെയാണ് നമുക്കറിയില്ല, ബട്ട് ദേ ജസ്റ്റ് കെയിം ടു ബി ബോൺ. അതിനുശേഷം മില്യൺസ് ഓഫ് ഇയേഴ്സിന് ശേഷമാണ് സ്റ്റാർസിൻ്റെ കോഴ്സിലുള്ള ന്യൂക്ലിയർ റിയാക്ഷൻസ് വഴി ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാർസും നമ്മളും എല്ലാവരും എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ വി ആർ ഓൾ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ബട്ട് എവറിത്തിങ് ദറ്റ് വി നോ അബൌട്ട് ദീസ് ആറ്റംസ് ഇത് യൂണിവേഴ്സിൻ്റെ 4.6% മാത്രമാണ്. ബാക്കി 24% ഡാർക്ക് മാറ്റർ ആണെന്ന് പറഞ്ഞു, 71.4% ഡാർക്ക് എനർജി ആണെന്ന് പറഞ്ഞു. ബട്ട് വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്റർ. നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, യൂണിവേഴ്സിനെ ഒരുമിച്ച് നിർത്തുന്നത്, യൂണിവേഴ്സിലെ എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്നത് ഡാർക്ക് മാറ്റർ ആണെന്നും അത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൽ കാണാവുന്ന നമുക്കറിയാവുന്ന പാർട്ടിക്കിൾസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടെന്നും നമുക്കറിയാം, ബിക്കോസ് വി ഫീൽ ഇറ്റ്. പക്ഷേ ഡാർക്ക് എനർജി ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. യൂണിവേഴ്സിലുള്ള ഗാലക്സീസിനെയൊക്കെ പരസ്പരം അകറ്റുന്നത് ഡാർക്ക് എനർജിയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റിപ്പൾസീവ് ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദി യൂണിവേഴ്സ്. എല്ലാ ഗാലക്സീസും പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, so this is what we know about dark energy and dark matter. Maybe you people can explore more about it. ഇനി നമുക്ക് ഭൂമിയിലേക്ക് വരാം. മാറ്റർ ആസ് വി എക്സ്പീരിയൻസ് ഓൺ എർത്ത്. എങ്ങനെയാണ് നമ്മൾ മാറ്ററിനെ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. മാറ്റർ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ബ്രോഡായിട്ട്: പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസസ് ആരൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്? എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. നോക്കൂ, എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെൻറ്റ്സിന് എക്സാമ്പിൾ സോഡിയം, ക്ലോറിൻ. കോമ്പൗണ്ടിന് എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. വൈ വി ആർ കോളിംഗ് ദം ആസ് പ്യുവർ സബ്സ്റ്റൻസസ്? എന്തുകൊണ്ടാണ് എലമെൻറ്റ്സിനെയും കോമ്പൗണ്ട്സിനെയും നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് വിളിക്കുന്നത്? എലമെൻറ്റ്സിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. ആറ്റംസ് ഓഫ് ദി സെയിം ടൈപ്പ്. ഇപ്പോൾ സോഡിയം എന്ന എലമെൻറ്റിൽ സോഡിയം ആറ്റംസ് മാത്രമാണുള്ളത്. ക്ലോറിൻ എന്ന എലമെൻറ്റിൽ ക്ലോറിൻ ആറ്റംസ് കൊണ്ടുണ്ടാക്കിയ മോളിക്യൂൾസ് ആണുള്ളത്. Cl2 ആയിട്ടാണ് ക്ലോറിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം ആറ്റമിക് ക്ലോറിൻ ഇസ് നോട്ട് സ്റ്റേബിൾ. ഇനി ഓക്സിജൻ്റെ കേസ് എടുത്താലും ഓക്സിജൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ്. O2 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? H2 ഹൈഡ്രജൻ. H2 ഹൈഡ്രജൻ ആറ്റമിക് സ്റ്റേറ്റിൽ സണ്ണിലും സ്റ്റാർസിലൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ മോളിക്കുലാർ സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നിട്ടാണ്. അപ്പോൾ എലമെൻറ്റ്സിൽ സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് തന്നെയാണ് ഉള്ളത്. ഒന്നെങ്കിൽ ആറ്റംസ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അവരുടെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ഒരേ ആറ്റംസ് കൊണ്ടുണ്ടാക്കിയ മോളിക്യൂൾസ്. ഇനി കോമ്പൗണ്ട്സ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. CO2, H2O, NaCl, C6, H12O6. നമ്മൾ 4 ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് എഴുതി. കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്. ഈ കോമ്പൗണ്ട്സിൻ്റെ ഫോർമുലാസ് നോക്കൂ. ഫോർമുലാസിൽ നമുക്ക് 2 ഡിഫറെൻറ്റ് ആറ്റംസ് കാണാം. കാർബൺ ഡയോക്സൈഡിൽ, വാട്ടറിൽ, സോഡിയം ക്ലോറൈഡിൽ. ഗ്ലൂക്കോസിൽ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റംസ് കാണാം അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് കോമ്പൗണ്ട്സിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ?
എലമെൻസിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് കൊണ്ടുണ്ടാക്കിയ മോളിക്യൂൾസ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട്സ് ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ എസെൻഷ്യലി molecules itself, but these molecules are made up of at least 2 different type of atoms. Clear ആയല്ലോ? മാറ്ററിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എക്സാമ്പിൾസ് കാണും ആദ്യം തന്നെ. ഹെട്രോജീനസ് മിക്സ്ചർ, ദിസ് ഇസ് ഹോമോജീനസ് മിക്സ്ചർ. സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ ഷുഗർ വാട്ടർ ആണ് ഹോമോജീനസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. You can see this mixture, heterogeneous mixture is a mixture of nuts, പലതരം നട്ട്സ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഹെട്രോജീനിയസിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സാൻഡ് വാട്ടറും കൊടുത്തിട്ടുണ്ട് ഹെട്രോജീനസ് മിക്സ്ചറിന് എക്സാമ്പിളായിട്ട്. മിക്സ്ചറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസിനെ നമ്മൾ ഏത് പ്രപ്പോർഷനിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിക്സ്ചറിനെ കിട്ടും. വാട്ടറും ഷുഗറും മിക്സ് ചെയ്യാം, ഷുഗറും സാൻഡും മിക്സ് ചെയ്യാം, സാൻഡും വാട്ടറും മിക്സ് ചെയ്യാം. എന്ത് സാധനങ്ങളും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സ്ചർ കിട്ടും. എനി പ്രപ്പോർഷൻസ്. മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോമ്പൗണ്ട്സ് ഏതെങ്കിലും രീതിയിൽ മിക്സ് ചെയ്തിട്ടാണോ ഉണ്ടായത്? എലമെൻസിനെ എങ്ങനെയെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടാണോ കോമ്പൗണ്ട്സ് ഉണ്ടായത്? ഇഫ് യു ലുക്ക് അറ്റ് എ കോമ്പൗണ്ട്, ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. CO2, കാർബൺ ഡയോക്സൈഡ് അല്ലേ? കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിൽ ഒരു സ്പെസിഫിക് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ? കാർബൺ, 1 കാർബൺ ആൻഡ് 2 ഓക്സിജൻ ആറ്റംസ്. കാർബൺ ഡയോക്സൈഡ് എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നത് കാർബണും ഓക്സിജനും ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ്. അവരുടെ മാസിൻ്റെ ഫിക്സഡ് പ്രൊപ്പോർഷൻസിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡയോക്സൈഡ് എന്ന മോളിക്യൂൾ ഉണ്ടാവുന്നത്. ദർ ഇസ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് ഓൾഡ് ബോൺഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് ന്യൂ ബോൺഡ്സ്. അതാണ് ഒരു കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ ഫോർമേഷനിൽ നടക്കുന്നത്. അപ്പോൾ കെമിക്കലി കമ്പൈൻഡ് ആണ് കോമ്പൗണ്ട്സ്. പക്ഷേ മിക്സ്ചേഴ്സ് അങ്ങനെ കെമിക്കലി കമ്പൈൻഡ് അല്ല. ഏത് സാഹചര്യത്തിലും ഏത് റേഷ്യോയിലും നമുക്ക് സബ്സ്റ്റൻസസിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സ്ചർ കിട്ടും. പക്ഷേ കോമ്പൗണ്ട് അങ്ങനെയല്ല. കോമ്പൗണ്ടും മിക്സ്ചറും തമ്മിൽ മറ്റൊരു ഡിഫറൻസും കൂടിയുണ്ട്. മിക്സ്ചേഴ്സിലെ കമ്പോണൻസിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ സാൻഡ് ആൻഡ് വാട്ടർ ഫോർ എക്സാമ്പിൾ. സാൻഡ് ആൻഡ് വാട്ടർ അല്ലേ? സാൻഡ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ വെള്ളത്തിൽ അടിയും, താഴെ അടിയും. അങ്ങനെ അടിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാം ഇല്ലേ? ഇനി ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് വിചാരിക്കും. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ യൂണിഫോം കോമ്പോസിഷൻ. ഫോർ എക്സാമ്പിൾ ഇത് ഷുഗർ സൊല്യൂഷനാണ്. പഞ്ചസാര വെള്ളത്തിൽ കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര കാണില്ല നമ്മൾ, പിന്നെ പഞ്ചസാര തരികൾ നമ്മൾ കാണില്ല. ഒരു സ്ട്രോ എടുത്തിട്ട് നമ്മൾ പഞ്ചസാര വെള്ളത്തിൻ്റെ ഈ ടിപ്പിൽ, ടീച്ചർ കാണിച്ചു തരാം, മാർക്കർ ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇവിടെ ഈ ഭാഗത്ത് സ്ട്രോ വെച്ചിട്ട് നമ്മൾ വായിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ദ ഷുഗറി ടേസ്റ്റ്, സ്വീറ്റ് ടേസ്റ്റ് കിട്ടും അല്ലേ? ഇനി സ്ട്രോ ഇങ്ങോട്ട് ഡിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ താഴെ ഡിപ്പ് ചെയ്തിട്ട് വലിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഷുഗർ സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും സ്വീറ്റ്നെസ് അനുഭവപ്പെടുന്നു. ദാറ്റ് മീൻസ് ഷുഗർ ഹാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ഇൻ ദി വാട്ടർ. യൂണിഫോം കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതാണ്. എന്നാൽ നിങ്ങൾ ഈ സാൻഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ നോക്കൂ. സാൻഡ് ആൻഡ് വാട്ടർ മിക്സ്ചറിലെ സാൻഡ് കുറേ കഴിയുമ്പോൾ അത് അടിഞ്ഞ് താഴേക്ക് വരും. എന്നാൽ ഷുഗർ സൊല്യൂഷനിൽ അങ്ങനെ ഒരു പ്രതിഭാസമില്ല. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെട്രോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹോമോജീനിയസ് മിക്സ്ചർ. ഇത് ഹെട്രോജീനിയസും ഇത് ഹോമോജീനിയസും ആണ്. മനസ്സിലായോ? ഹെട്രോജീനിയസ് മിക്സ്ചറിനെ നമുക്ക് എളുപ്പത്തിൽ ഫിൽട്ടർ ചെയ്തൊക്കെ സെപ്പറേറ്റ് ചെയ്യാം. ഹോമോജീനിയസ്, ഇപ്പോൾ ഷുഗർ സൊല്യൂഷനോ സോൾട്ട് സൊല്യൂഷൻ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. ഡിസ്റ്റിലേഷൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഒരു സെപ്പറേഷൻ ടെക്നിക്കാണ്. ഇവാപ്രേഷൻ വഴി വെള്ളം ബോയിൽ ചെയ്ത് പോവും, ബോയിൽ ചെയ്ത് വേപ്പറായിട്ട് പോവും. പിന്നെ ബാക്കി ആ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിൽ
സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ യു സെപ്പറേറ്റ് സോൾട്ട് ഫ്രം വാട്ടർ. പക്ഷേ കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, ഇനി ഷുഗർ തന്നെ. ഷുഗറിനെ നമുക്ക് ഇപ്പോൾ ഗ്ലൂക്കോസിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഈ എലമെൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് ചൂടാക്കിയാലൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സെപ്പറേറ്റ് ദി കമ്പണൻസ് ഓഫ് എ കോമ്പൗണ്ട്. കെമിക്കൽ മെത്തേഡ്സ് തന്നെ ഉപയോഗിക്കണം. കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് കോമ്പൗണ്ടിൻ്റെ കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കിക്കോളൂ. മാറ്റർ ഇസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. എലമെന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് ദി സെയിം കൈൻഡ് ഓഫ് ആറ്റംസ്. വെറാസ് compounds is made up of chemical combination of different kind of atoms. ഇനി ആറ്റം എന്താണ്? ആറ്റം മോഡലൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റൂദർഫോർഡ് മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, ബോർ മോഡൽ വരെ നിങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ? സോ ദിസ് ഈസ് ഹൗ ആൻ ആറ്റം ലുക്സ്. ആ റെഡ് കളറിൽ നിങ്ങൾക്ക് ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിന് ചുറ്റും കുറേ ഓർബിറ്റ്സ് കാണാം, ഷെൽസ് കാണാം. ആ ഷെൽസിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതായിട്ട് കാണാം. ഫോർമലായിട്ടുള്ള ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നത് ജെയിംസ് ഡാൾട്ടൺ ആണ്. ഡാൾട്ടൺ പക്ഷെ പറഞ്ഞത് ആറ്റം is indivisible or uncuttable. പിന്നീട് ഈ സബാറ്റമിക് പാർട്ടിക്കിൾസിനെയൊക്കെ കണ്ടുപിടിച്ചു. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. കാണാമോ നിങ്ങൾക്ക്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. ഇതിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും നിങ്ങൾക്ക് ന്യൂക്ലിയസിൽ കാണാം. ദിസ് ഇസ് ദി ന്യൂക്ലിയസ്. ആൻഡ് സറൗണ്ടിങ് ദി ന്യൂക്ലിയസ് യു ക്യാൻ സീ ഇലക്ട്രോൺസ് വിത്ത് നെഗറ്റീവ് ചാർജ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റൂദർഫോർഡ് മോഡലിലും ബോർ മോഡലിലും ഒക്കെ നിങ്ങൾ ഷെൽസിനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഈ സബാറ്റമിക് പാർട്ടിക്കിൾസ് ആണ് ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ന്. പക്ഷേ എലമെൻ്ററി ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ന്യൂട്രോൺസും പ്രോട്ടോൺസും പെടുന്നില്ല. ഇലക്ട്രോൺ ഇസ് ഓഫ് കോഴ്സ് എൻ എലമെൻ്ററി പാർട്ടിക്കിൾ. 1970s സ്റ്റാൻഡേർഡ് മോഡൽ തിയറി ഫിസിസിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തു. അത് എക്സ്പെരിമെൻ്റലി പ്രൂവനുമാണ്. അപ്പോൾ ആ തിയറി വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ആറ്റം മോഡലൊക്കെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് വരെയുള്ള ആറ്റം മോഡലാണ് +1 നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടല്ലോ. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോഴത്തെ നിലവിലുള്ള തിയറികളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാം കൂടെ മനസ്സിലായില്ലെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടീച്ചർ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ് മോഡൽ തിയറി വെച്ചിട്ടുള്ള എലമെൻ്ററി പാർട്ടിക്കിൾ. ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സം അതർ പാർട്ടിക്കിൾസ് കോൾഡ് ക്വാർക്സ്. ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മോഡൽ തിയറി ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ആ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട. നോക്കൂ, ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ്. ഇതാണ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്. അതിൽ ലെപ്റ്റോൺസ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഇലക്ട്രോൺ ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി എലമെൻ്ററി പാർട്ടിക്കിൾ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ന്യൂട്രോൺസിനെയോ പ്രോട്ടോൺസിനെയോ കാണാൻ സാധിക്കുന്നില്ല. ഫോട്ടോൺ ലൈറ്റ് പാർട്ടിക്കിളാണ്, ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ. ഹിഗ്സ് ബോസോൺ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗോഡ് പാർട്ടിക്കിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഓൾ ദോസ് തിങ്സ്. നമുക്കിതൊന്നും പഠിക്കാനില്ല. ഈ ഇലക്ട്രോൺ മാത്രമാണ് എലമെൻ്ററി പാർട്ടിക്കിൾ. ന്യൂട്രോണും പ്രോട്ടോണും 3 ക്വാർക്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ മെയ്ഡ് അപ്പ് ഓഫ് 3 ക്വാർക്സ് ഈച്ച്. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കുറേ കാര്യങ്ങൾ ബോർ മോഡൽ വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ബോർ മോഡൽ എപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആണ്.
ഇനി അയോൺസ് ആരാണെന്ന് നോക്കാം അല്ലേ. അയോൺസ് ആർ ചാർജ്ഡ് ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. Na+, Cl-, ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസ്. ഇനി ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് നോക്കൂ. SO4 2-, NO3-. ഉണ്ടോ? ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഹാവിങ് ചാർജ്. ദീസ് ആർ ആറ്റംസ് ഹാവിങ് ചാർജസ്. Na+, എങ്ങനെയാണ് ഈ പ്ലസ് ചാർജ് വരുന്നത്? ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ. അതേസമയം ഒരു ആറ്റം അയോൺ ആകുമ്പോൾ പോസിറ്റീവ് ചാർജും ആകാം, നെഗറ്റീവ് ചാർജും ആകാം. എങ്ങനെയാണ് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടാവുന്നത്? ഇലക്ട്രോൺസിന് മാത്രമാണ് ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതും അതുപോലെ ആറ്റത്തിലേക്ക് പുറത്തുനിന്ന് വരാൻ സാധിക്കുന്നതും ഇലക്ട്രോൺസിന് മാത്രമാണ്. കാരണം പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺസ് മാത്രമാണ് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ചിത്രം കാണുന്നുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഫിഗർ ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഫിഗർ. 1, 2 എന്ന് ടീച്ചർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫിഗറിലേക്ക് നോക്കൂ. ന്യൂക്ലിയസിൽ 2 ചാർജസ് കാണാം. ഷെൽസിൽ 3 നെഗറ്റീവ് ചാർജസ് കാണാം. അപ്പോൾ ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതായത് ന്യൂട്രൽ ആറ്റം അല്ല അത് എക്സസ് ഇലക്ട്രോൺ ഉണ്ട് അവിടെ. അങ്ങനെയാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റം ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കൂ. 2 പോസിറ്റീവ് ചാർജസ് ഇൻസൈഡ് ദി ന്യൂക്ലിയസ് ആൻഡ് ഓൺലി 1 നെഗറ്റീവ് ചാർജ് ഇൻ ദി ഷെൽ. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരുന്ന ചില അയോൺസിൻ്റെ ചാർജും സിംബൽസും പേരുകളുമാണ് ഈ ടേബിളിലുള്ളത്. ഇത് നിങ്ങൾക്ക് വേണ്ടി വരും. ഇത് പഠിക്കണം കേട്ടോ. കെമിക്കൽ ഫോർമുല ഓഫ് അയണിക് കോമ്പൗണ്ട്സ് നിങ്ങൾക്കറിയാം, എഴുതാനൊക്കെ അറിയാം. സിംബൽസ്, ആറ്റമിക് സിംബൽസ് ഒക്കെ നമുക്കറിയാമല്ലോ. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. പക്ഷെ എഴുതാൻ സാധിക്കണമെങ്കിൽ ഈ അയോൺസ് ഫോം ചെയ്യുന്ന ചാർജസിനെ കുറിച്ച് നമുക്ക് അറിയണം. ഇപ്പം നേരത്തെ ടീച്ചർ കാണിച്ചിരുന്ന ലിസ്റ്റില്ലേ, ആ ലിസ്റ്റിലുള്ള അറ്റ്ലീസ്റ്റ് ആ ലിസ്റ്റിലുള്ള കാറ്റയോൺസും ആനയോൺസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കെമിക്കൽ ഫോർമുലാസ് എഴുതാൻ സാധിക്കും. ഞാൻ 2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഈ ലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് തന്നെത്താനെ ചെയ്ത് നോക്കുക. അലുമിനിയം ക്ലോറൈഡ്. എങ്ങനെയാണ് അലുമിനിയം ക്ലോറൈഡിൻ്റെ ഫോർമുല എഴുതണമെന്ന് നോക്കാം. അലുമിനിയത്തിൻ്റെ സിമ്പിൾ എന്താണ്? Al. ലിസ്റ്റ് നോക്കി അതിൻ്റെ ചാർജ് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി Al3+. ക്ലോറിൻ്റെ സിമ്പിൾ എന്താണ്? Cl -1 ആണ് ചാർജ്. അപ്പോൾ ഒരു കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും സിംബൽസ് എഴുതുക. അതിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആളെ നമ്മൾ കാറ്റയോൺ എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ആദ്യം എഴുതും Al is having the +3 ചാർജ്. പിന്നെ നമ്മൾ ആനയോണിന് എഴുതും Cl. എന്നിട്ട് ഈ ചാർജുകൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതും. Alന് അപ്പോൾ ഈ -1 ആണ് കിട്ടേണ്ടത്. മൈനസ് നമ്മൾ എഴുതാറില്ല. യു സിംപ്ലി റൈറ്റ് ദി നമ്പർ. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് അതൊന്നും നമ്മൾ എഴുതുന്നില്ല. ക്ലോറിൻ്റെ അവിടെ ഈ Al3+ൻ്റെ 3, യു വിൽ റൈറ്റ് ദാറ്റ് 3 ഹിയർ. Al3+ ആണല്ലോ. ആ 3+ ചാർജ് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ 3 Cl- അയോൺസ് വേണം. മനസ്സിലായല്ലോ? ഇനി വേറൊരു കോമ്പൗണ്ട് നമുക്ക് നോക്കാം. സെയിം സിങ്ക് ക്ലോറൈഡ് Zn2+. ക്ലോറിൻ ഇസ് Cl-1. എങ്ങനെ എഴുതാം? Zn ആണ് കാറ്റയോൺ. പോസിറ്റീവ്ലി ചാർജ്ഡ് ഉള്ള ആളെ നമ്മൾ ആദ്യം എഴുതണം. പിന്നെ Cl. Clന് -1 ആയതുകൊണ്ട് അത് നമ്മൾ എഴുതുന്നില്ല. ക്ലോറിൻ്റെ അവിടെ നമ്മൾ ZnCl2 എന്ന് എഴുതി. ഇനി another compound. We'll write one more example. Aluminium sulfate. Al3+. Sulfate is SO4 2-. എന്ത് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ആളെ ആദ്യം എഴുതി. SO4
രണ്ടാമത് എഴുതി. ALന് എന്ത് ചാർജ് വരണം? ഈ 2 മൈനസിൻ്റെ 2 വരണം, AL2. ഇനി SO4ന് 3 എന്നുള്ള അലൂമിനിയത്തിൻ്റെ ചാർജ് വരണം. അത് നമ്മൾ SO4 എന്നുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അല്ലേ, അത് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ആ 3 ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് Al2SO4 thrice. ഇനി വേറൊരെണ്ണം കൂടെ കാണാം നമുക്ക്. അലൂമിനിയം നൈട്രേറ്റ്, അല്ലെങ്കിൽ വേറൊരു കാറ്റയോൺ എടുക്കാം. സോഡിയം നൈട്രേറ്റ്. സോഡിയം ഇസ് Na പ്ലസ്. നൈട്രേറ്റ് ഇസ് NO3 മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്തായിരിക്കും? NaNO3. ഇനി ഇത് അലൂമിനിയം നൈട്രേറ്റ് ആണെങ്കിലോ Al3 പ്ലസ് NO3 minus. So the answer will be AlNO3 thrice. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതും എന്നുള്ളത്. ആ ലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും എഴുതാം. നൗ കെമിക്കൽ ഇക്വേഷൻസ്. എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കെമിക്കൽ ഇക്വേഷൻസിൻ്റെ ബാലൻസിങ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഏറ്റവും ലളിതമായിട്ട് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ യൂസിങ് കെമിക്കൽ ഫോർമുലാസ് അല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. ആസിഡും ആൽക്കലിയും ചേർന്ന് സോൾട്ടും വാട്ടറും ഉണ്ടാവുന്ന ഒരു ഇക്വേഷൻ. ലെറ്റ് us write an example. NaOH plus HCl giving എന്താണ് സോൾട്ട്? NaCl plus H2O. ഇവിടെ ബാലൻസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇറ്റ്സ് ഓൾറെഡി ബാലൻസ്ഡ്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലേ. ആ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. ഈ കെമിക്കൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരെ, പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയും. റിയാക്റ്റൻസ്. ഈ ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ പ്രോഡക്ട്സ് എന്ന് വിളിക്കും. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ കെമിക്കൽ ഇക്വേഷൻ്റെ ബാലൻസിങ്, ഓക്സിഡേഷൻ റിഡക്ഷൻ, മോൾ കൺസെപ്റ്റ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.